ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 299. നമ്മൾ 60ാമത്തെ ഉപനിഷത്തായിട്ട് ശ്വേതാശതപുര ഉപനിഷത്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അധ്യായം 3 11 മുതൽ 15 വരെയുള്ള മന്ത്രങ്ങളാണ് ഇന്ന് നോക്കുന്നത്. ഇതും ആ ബ്രഹ്മത്തെ പറ്റിയുള്ള പരാമർശം തന്നെയാണ്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അത് ശാസ്ത്രലോകത്തിന് കണ്ടെത്താൻ പറ്റാത്ത ആ സംഗതി, അതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് 11 പറയുന്നതെന്ന് നോക്കാം. എല്ലാ സ്ഥാനങ്ങളും സർവേശ്വരനായ ആ ഭഗവാന്റെ മുഖമാകുന്നു. മുഖം കൊണ്ടാണല്ലോ നമ്മൾ കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നത്, രുചിക്കുകയും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അതിൻ്റെ മുഖത്തിന് സമാനമാണെന്ന് പറഞ്ഞാൽ അതറിയാതെ ഒരു കാര്യങ്ങളും ഈ ലോകത്തിൽ നടക്കില്ല. എല്ലാ ഭാഗങ്ങളും ആ ഭഗവാന്റെ ശിരസ്സും കളവും എല്ലാമാണ്. നമ്മുടെ എല്ലാ ഭാഗങ്ങളും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അതിൻ്റെ ഒന്നിക്ക് ശിരസ്സായിരിക്കും, അല്ലെങ്കിൽ കഴുത്തായിരിക്കും, അല്ലെങ്കിൽ കാലായിരിക്കും, അല്ലെങ്കിൽ രോമായിരിക്കും, എന്തെങ്കിലും ആയിരിക്കും. എന്നിട്ട് അവയിലൂടെ നടത്തേണ്ടുന്ന ഓരോ അവയവങ്ങളിലൂടെയും, അങ്ങനെയുള്ള ഓരോ അവയവങ്ങളും അദ്ദേഹത്തിൻ്റെ തന്നെ ഒരവയവമായിരിക്കും ഞാൻ, അദ്ദേഹത്തിൻ്റെ വേറൊരു അവയവമായിരിക്കും വേറൊരാൾ. ഇല്ലേ, എൻ്റെ കൈ അദ്ദേഹത്തിൻ്റെ ഒരവയവമായിരിക്കും, അദ്ദേഹത്തിൻ്റെ വേറൊരു അവയവമായിരിക്കും എൻ്റെ കണ്ണ്. അങ്ങനെയും ആകാം, എങ്ങനെയും ആകാം, തിരിച്ചും മറിച്ചല്ല. കാരണം അദ്ദേഹം തന്നെയാണ്, ആ ഈശ്വരൻ, ആ ബ്രഹ്മം തന്നെയാണ് നമ്മളെല്ലാമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഓരോ അവയവങ്ങളുടെയും നടത്തേണ്ടുന്ന കാര്യങ്ങൾ നടത്തുന്നതിന് അവൻ സമർത്ഥനാണ്. അങ്ങനെ നമ്മുടെ അവയവങ്ങളിലൂടെ അവൻ നടത്തേണ്ട കർമ്മങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും ഒരടി കൊടുക്കണ്ടെങ്കിൽ എൻ്റെ കൈ വെച്ചിട്ട് വേണ്ടിക്കൽ അത് അയാൾക്ക് ഇട്ട് കൊടുക്കും. അതായത് നമ്മളെല്ലാം അവയവം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം കർമ്മങ്ങൾ ചെയ്യുന്നത്, നമ്മളെക്കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുകയാണ്. അതിന് അദ്ദേഹം സമർത്ഥനാണ്. അദ്ദേഹം എല്ലാ ജീവികളുടെയും ഹൃദയരൂപമാണ്. ഇനി മുഖം മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനം നമ്മളെ കൺട്രോളിംഗ് എല്ലാം വരുന്നത് ഹൃദയത്തിലായതുകൊണ്ട് അദ്ദേഹം എല്ലാ ജീവികളുടെയും ഹൃദയരൂപവും ആകുന്നു. സാധകൻ അവനെ ഏതു സമയം എവിടെ ഏത് രൂപത്തിൽ പ്രത്യക്ഷമായി കാണുവാൻ ആഗ്രഹിക്കുന്നുവോ, നമുക്ക് അദ്ദേഹത്തെ മുഖത്തിലോ കണ്ണിലോ കാലിലോ എവിടെയോ, അല്ലെങ്കിൽ കല്ലിലോ മണ്ണിലോ എവിടെയും അദ്ദേഹത്തെ പ്രത്യക്ഷമായി കാണാൻ ഏത് സമയത്ത് ഏത് രൂപത്തിൽ പ്രത്യക്ഷമായി കാണാൻ ആഗ്രഹിക്കുന്നുവോ അപ്പോഴവൻ അവിടെ അതേ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഈ തത്വം വെച്ചിട്ട് നമ്മളൊരു കല്ലെടുത്തിട്ട് ഈശ്വരനാണെന്ന് വിചാരിച്ചിട്ട് അതിനെ ആരാധിക്കുകയാണെങ്കിൽ ആ കല്ല് ഈശ്വരനിൽ അവനെ ദർശിക്കാം. ലുട്ടാപ്പിയുടെ പടം വെച്ചിട്ട് നമ്മൾ ഈശ്വരനെ അതിൽ സങ്കല്പിക്കുകയാണെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് ഈശ്വരനെ ദർശിക്കാം. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം എന്ത് തന്നെയാണ്? അത് തന്നെയാണ്. അപ്പം ചക്കയിൽ നമ്മൾ ഈശ്വരനെ ദർശിക്കാൻ ശ്രമിച്ചാൽ ചക്ക ഈശ്വരൻ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അല്ല, എനിക്ക് ചക്കയല്ല ഈശ്വരനെ, മാങ്ങയാണ് ഈശ്വരനായി തോന്നണമെന്ന് വെച്ചാൽ മാങ്ങേനെ ആരാധിച്ചാൽ മതി. ആ മാങ്ങ രൂപത്തിൽ ഈശ്വരനെ നമുക്ക് ദർശിക്കാം. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള ഉണ്ടായതെല്ലാം അദ്ദേഹം തന്നെയാണ്. ചക്കയും മാങ്ങയും എല്ലാം അദ്ദേഹം തന്നെയാണ്. പക്ഷേ നമ്മൾ ഏത് തരത്തിലും മനസ്സിൽ കാണുന്നു ആ രൂപത്തിൽ അത് ആയിത്തീരും. അപ്പം നമുക്ക് അതുകൊണ്ടാണ് ഓരോ ആളും യേശുവാണ് ദൈവം എന്ന് വിചാരിച്ച് കിടക്കുന്നത്, ചിലവ് അള്ളയാണെന്ന് വിചാരിച്ച് കിടക്കുന്നത്, ചിലവ് കൃഷ്ണനാണെന്ന് വിചാരിച്ച് കിടക്കുന്നു. അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് ആ രൂപത്തിൽ അവർ ദർശിക്കുന്നു. അതിൽ കവിഞ്ഞ് വേറെ പ്രാധാന്യം. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ആ നിർഗുണമായ ബ്രഹ്മം തന്നെയാണ്. ഇനി 12 അദ്ദേഹം എല്ലാറ്റിനെയും ഭരിക്കുന്നു. ഈ ലോകത്തിലെ എല്ലാറ്റിനെയും ഭരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ ഈ ലോകമെല്ലാം ഭരിക്കുന്ന ആരല്ലോ ആൾക്കാരാണെന്ന്. അവരൊന്നുമല്ല, അദ്ദേഹം തന്നെയാണ് ഈ രൂപത്തിലെല്ലാം വന്നിട്ട് ഓരോ സമയം ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. അതുകൊണ്ട് അദ്ദേഹം മഹാനാണ്, പ്രഭുവാണ്, അവിനാശിയാണ്. അദ്ദേഹത്തിന് നാശമില്ല. പ്രകാശരൂപനാണ്, പരമപുരുഷനുമാണ്. ആ അദ്ദേഹത്തിന് ആനന്ദ സ്വരൂപത്തിൽ പ്രാപ്തമായവനായി
ആനന്ദ സ്വരൂപത്തിൽ. അപ്പം യഥാർത്ഥത്തിൽ അതിൻ്റെ രൂപം എന്താണ്? ആനന്ദ സ്വരൂപമാണ്. കാരണം അതിന് രൂപവും ഭാവവും ഒന്നുമില്ല. അപ്പം നമ്മളും ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോൾ ആ അവസ്ഥയിലേക്കാണ് എത്തുന്നത്. നമുക്ക് എന്തില്ല? ഒരു വിചാരങ്ങളും ഇല്ല. എല്ലാം നമുക്ക് ഒരുപോലെയായി തോന്നും. അതാണ് മനസ്സാനന്ദം. ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ചഞ്ചലമാകുന്നത്. ദേഷ്യവും കോപലും ഉണ്ടാകുമ്പോൾ ഒന്നുമില്ല, ഒന്നിലും താല്പര്യമില്ലാതെ ഒരു വിചാരങ്ങളും ഇല്ലാതെ തരത്തിൽ മനസ്സാകുമ്പോൾ അതിനാണ് ആനന്ദ സ്വരൂപം. അപ്പം ആനന്ദ സ്വരൂപ രൂപത്തിൽ മനുഷ്യനെ കാണുവാനും അദ്ദേഹം നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതേ ആനന്ദ സ്വരൂപനാണ്. യഥാർത്ഥത്തിൽ ആ ആനന്ദ സ്വരൂപമാണത്. ഒരു ഗുണവുമില്ലാത്ത അവസ്ഥ. ആ അവസ്ഥയിൽ നമ്മളെ കാണുവാൻ, അദ്ദേഹത്തെ കാണുവാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എപ്പോഴും ആ സമയത്തുമ്പോൾ ഓരോ ജീവിയെയും അദ്ദേഹം, മനുഷ്യനെയും അദ്ദേഹം തന്നിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആകർഷിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റുമോ? ആനന്ദ സ്വരൂപമായിട്ട് തീരും. എന്നാലും അജ്ഞാനികളായ മനുഷ്യർ, പക്ഷേ മനുഷ്യർ ഭൂരിപക്ഷം എന്താണ്? അജ്ഞാനികളാണ്. എല്ലാ പ്രകാരത്തിലുമുള്ള ഈ സൗഭാഗ്യം, ആനന്ദകരമായ അവസ്ഥ നേടുവാനായി ശ്രമിക്കാതെ അതിന് പ്രവർത്തിക്കുന്നില്ല, അതിന് ശ്രമിക്കുന്നില്ല എന്ന് പറയുകയാണ്. അദ്ദേഹം നമ്മളെ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ നമ്മളങ്ങോട്ട് മുഖം തിരിച്ച ആ രൂപത്തിലേക്ക് ഈ ഭൗതിക ലോകങ്ങളിൽ ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് പോകണം. പക്ഷേ നമ്മൾ അജ്ഞാനികളായതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ ഈ ദുരിതപൂർണമായ ജീവിതത്തിൽ ഉഴലുകയാണ്. അതിനാൽ അവർ അലഞ്ഞു തിരിയുകയാണ്. ജനന മരണ ചക്രത്തിൽപ്പെട്ട് അങ്ങനെ അലഞ്ഞു തിരിയുകയാണ്. 13 അങ്കുഷ്ടമാത്രയിൽ, നേരത്തെ തന്നെ ഒരു തള്ള വിരലിൻ്റെ ഒരു അളവിൽ ആണ് ഹൃദയത്തിൽ അതിൻ്റെ കേന്ദ്രം. കാരണം അതിലൂടെയാണ് നമ്മുടെ നാഡികളെല്ലാം ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്കുഷ്ടമാത്രയിൽ ഹൃദയത്തിൽ അന്തരാമിയായിരിക്കുന്ന പരമേശ്വരൻ നമ്മുടെ മനസ്സിൻ്റെ സ്വാമിയാണ്. നമ്മുടെ മനസ്സിനെയും നിയന്ത്രിക്കുന്നത് ആ ശക്തിവിശേഷമാണ്. അതുകൊണ്ട് നമ്മൾ നിർമ്മല ഹൃദയത്തോടും ഹൃദയം നിർമ്മലമാക്കുക, വിശുദ്ധമായ മനസ്സോടും. അപ്പോൾ ഹൃദയം നിർമ്മലമാക്കണം, മനസ്സും വിശുദ്ധമാക്കി നീങ്ങുമ്പോൾ ധ്യാനത്തിലൂടെ, എന്നിട്ട് ധ്യാനത്തിലൂടെ മനസ്സിൽ ആ ശക്തിയെ തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അതിനെ നമുക്ക് പ്രത്യക്ഷമാക്കാം. ഇവിടെ ഹൃദയത്തിൽ. അങ്ങനെ ആ ഹൃദയത്തിൽ അദ്ദേഹത്തെ മനസ്സിലാക്കുമ്പോൾ, ആ ബ്രഹ്മത്തെ മനസ്സിലാക്കുമ്പോൾ അവൻ അമരനായിത്തീരുന്നു. പിന്നെ അവന് ജനന മരണ ചക്രത്തിൽ പെടേണ്ടതില്ല. അവൻ അമൃതസ്വരൂപനായിത്തീരുന്നു. നേരത്തെ പറഞ്ഞ അവസ്ഥ. ആ ഹൃദയത്തിൻ്റെ അങ്കുശസ്ഥാനം തന്നെ പരമേശ്വരൻ്റെ ഉപലബ്ധിക്കുള്ള സ്ഥാനം. അതുകൊണ്ട് നമുക്ക് പരമേശ്വരനെ പ്രാപിക്കാൻ ഏറ്റവും നല്ല വഴി ആ ഹൃദയത്തിലെ ആ സ്ഥാനത്തിലേക്ക് തന്നെ മനസ്സിനെ കേന്ദ്രീകരിക്കുകയാണ്. ഭൗതിക ലോകങ്ങളിലേക്കുള്ള ചിന്തയെല്ലാം വിട്ടിട്ട് അതിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ഇനി 14 പറയാണ്, ഈ പരമപുരുഷന്, പരമേശ്വരന് 1000 കണ്ണുകളും 1000 ശിരസും 1000 കാലുകളും പാദങ്ങളും എല്ലാം ഉണ്ട് എന്ന് പറയുകയാണ്. അദ്ദേഹത്തിന് 1000കണക്കിന് ശിരസ്സുണ്ട്. അത് വിരാട രൂപം. പ്രപഞ്ചം മുഴുവൻ ഒരു പുരുഷനായി ചിത്രീകരിച്ചാൽ ആ പുരുഷന്റെ തല എന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെയും തല കൂടിയതാണ്. ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും തലയാണ് അദ്ദേഹത്തിൻ്റെ തല, ആ വിരാട് പുരുഷന്റെ. എല്ലാവരുടെയും കൈയാണ് അദ്ദേഹത്തിൻ്റെ കൈ. അപ്പോൾ അദ്ദേഹത്തിന് 1000 കണക്കിന് കണ്ണുകളും ശിരസ്സും പാദങ്ങളും എല്ലാം ഉണ്ട് എന്ന് പറയുകയാണ്. എങ്കിലും അവൻ അവയവരഹിതനാണ്. യഥാർത്ഥത്തിൽ ബ്രഹ്മത്തിന് രൂപവും ഭാവവും ഒന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഭൗതിക ലോകമായിട്ട് അത് പരിവർത്തനം ചെയ്തപ്പോൾ ആ രൂപത്തിൽ അതിന് 1000കണക്കിന് കയ്യും കാലും എല്ലാം ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതിന് അങ്ങനെ അവയവങ്ങളൊന്നും ഇല്ല. പക്ഷേ ഈ പ്രപഞ്ച രൂപത്തിൽ
മായാരൂപത്തിൽ വന്ന് പ്രത്യക്ഷമായതാണത്. ആ രൂപത്തിൽ ആ നിലയിൽ അവയ്ക്ക് ആയിരക്കണക്കിന് കണ്ണും കാലും എല്ലാം ഉണ്ട്. ആ സർവശക്തൻ ഈ ലോകത്തെ എല്ലാ ഭാഗത്തു നിന്നും വലയം ചെയ്തിരിക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ വലയം ചെയ്തിരിക്കുകയാണ് ആ ശക്തി. കാരണം ബ്രഹ്മം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു അംശത്തിലാണ് ഈ പ്രപഞ്ചമെല്ലാം ഈ വിരാട് രൂപമുള്ളത്. അപ്പം ബാക്കിയുള്ള സ്ഥലം മുഴുവൻ വലയം ചെയ്തിരിക്കുന്ന ഏതാണ്? ബ്രഹ്മം തന്നെ ആണ്. അതേസമയം നമുക്ക് എങ്ങനെയും ചിന്തിക്കാം. നാഭിയിൽ നിന്നും 10 അങ്കുലം ദൂരത്തിലുള്ള ഹൃദയത്തിൽ വസിക്കുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാം. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ കേന്ദ്രം നമ്മളെ നിയന്ത്രിക്കുന്നത് ഹൃദയമായതുകൊണ്ട് നമ്മളെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ഹൃദയത്തിൽ ആ പരമേശ്വരനുണ്ടെന്നും ചിന്തിക്കാം. അപ്പോൾ അവനാരാണ്? സർവവ്യാപിയാണ്, ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്, പിന്നെ മഹാനാണ്, അനേകം വ്യത്യസ്ത ധർമ്മങ്ങളുടെ ആശ്രയസ്ഥാനവുമാണ്. പല ആൾക്കാരും പല ധർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ ആശ്രയസ്ഥാനം അദ്ദേഹം തന്നെയാണ്. ഈ നാട്ടിൽ എന്തെല്ലാം ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാ ആശ്രയസ്ഥാനം അദ്ദേഹം തന്നെയാണ്. 15 യാതൊന്ന് ഭൂതകാലത്ത് സംഭവിച്ചവോ കഴിഞ്ഞ കാലത്ത് എന്തെല്ലാം സംഭവിച്ചുവോ ഭാവിയിൽ ഇനി എന്തെല്ലാം സംഭവിക്കുവാൻ പോകുന്നുവോ, ഇനിയോ യാതൊന്ന് വർത്തമാനകാലത്ത് അന്നം വഴിയായി വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ കാലത്ത് അന്നം വഴിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അന്നം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തു വേറൊന്നായി മാറുമ്പോൾ ഉപയോഗിക്കുന്ന വസ്തുവിനാണ് അന്നം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർത്തിട്ട് വെള്ളം ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ അന്നം എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനാണ്. അത് കൂടിയിട്ടാണ് വെള്ളമായി മാറുന്നത്. നമ്മൾ വലുതാവുന്നത് ചോറാണ്, അതുകൊണ്ട് ചോറ് അന്നമാണ്. ചെടികൾക്ക് അന്നം എന്ന് പറയുന്നത് വളവും ഇതുമെല്ലാം. അപ്പോൾ പ്രപഞ്ചം ഈ അന്നം ഉപയോഗിച്ചുകൊണ്ട് വികാസം പ്രാപിച്ചു പോവുകയാണ്. ഒരു റേഡിയോ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അന്നം എന്തെല്ലാമാണ്? ട്രാൻസിസ്റ്റർ, റെസിസ്റ്റർ, വയർ, ഇതെല്ലാം അന്നമാണ്. അതുകൊണ്ടല്ലേ റേഡിയോ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ അന്നം ഉപയോഗിച്ചിട്ട് ഈ വർത്തമാനകാലത്ത് എന്താ സംഭവിക്കുന്നത്? ലോകം ഇങ്ങനെ പുരോഗമിച്ച് വികസിച്ചു പോവുകയാണ്. അങ്ങനെ ഉണ്ടാകുന്ന ഈ പ്രപഞ്ചം, ജഗത്ത് പരമേശ്വരൻ്റെ തന്നെ രൂപമാണ്. അങ്ങനെ ഈ ലോകം വികസിച്ച് വരുമ്പോൾ അത് പരമേശ്വരൻ്റെ രൂപം തന്നെയാണ്. പരമേശ്വരനാണ് ആ രൂപത്തിലായിട്ട് മാറുന്നത്. ഇങ്ങനെ നമ്മൾ കുട്ടികൾ വലുതായി വരുന്ന പോലെ പ്രപഞ്ചം ഉണ്ടാക്കിയിട്ട് നമ്മളിലൂടെ ഇങ്ങനെ വലുതാക്കി ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കുകയാണ്. അതാണ് അതിൻ്റെ ശരിയായ പ്രത്യക്ഷ രൂപം. അദ്ദേഹം സ്വന്തം ശക്തിയാൽ സ്വയം ആ രൂപത്തിൽ പ്രകടമായി. അത് വേറെ ആരും വെച്ചിട്ട് ഉണ്ടാക്കുന്നതല്ല, അത് സ്വന്തം ശക്തിയാൽ സ്വയമായി തീരുകയാണ്. ഇപ്പം ഞാനല്ലേ ഇവിടെ റോഡെല്ലാം വെട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്നുമല്ല. ഞാനാരാണ്? ആ ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മം തന്നെയാണ് ഞാനായി വന്നിട്ട് റോഡ് വെട്ടിയത്, അല്ലാതെ ഞാനല്ല. ഞാനെന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്. അപ്പം അദ്ദേഹം തന്നെയാണ് സ്വയശക്തിയാൽ എല്ലാ ജീവജാലങ്ങളുമായിട്ട് വന്നിട്ട് ഈ സൃഷ്ടിയെല്ലാം നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. അതേസമയം അത് അമൃതസ്വരൂപമായ മോക്ഷത്തിൻ്റെ യജമാനനുമാണ്. അതായത് ഈ ജീവജാലങ്ങൾക്ക് മോക്ഷം നൽകുമ്പോൾ, മോക്ഷം ലഭിക്കുമ്പോഴുള്ള അവസ്ഥക്കാണ് അമൃതസ്വരൂപം, ആനന്ദമയം. ആ അവസ്ഥയുടെ യജമാനനും അദ്ദേഹം തന്നെയാണ്. അതായത് ജീവികളെ ഈ സംസാര സാഗരത്തിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്ന രോഗത്തിൽ നിന്നും മോചിപ്പിച്ച് തന്നിലേക്ക് ലയിപ്പിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിച്ചിട്ട് ലോകം പുരോഗതിയിലേക്ക് നയിക്കുന്നതും അദ്ദേഹമാണ്. നമ്മളെ കർമ്മം തീരുമ്പോൾ നമ്മളെ പിൻവലിച്ചിട്ട് അദ്ദേഹത്തിൽ ലയിപ്പിക്കുന്നതും മോക്ഷം നേടിത്തരുന്നതും അദ്ദേഹം തന്നെയാണ്. അതിനാൽ അദ്ദേഹത്തെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അദ്ദേഹത്തിൻ്റെ ചരണത്തെ തന്നെ ശരണം പ്രാപിക്കണം. അതുകൊണ്ട് ആർക്കെങ്കിലും അദ്ദേഹത്തെ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ,
അദ്ദേഹത്തിൻ്റെ ചരണങ്ങളിൽ തന്നെ പോയിട്ട് സാഷ്ടാംഗം പ്രണമിക്കുക. അദ്ദേഹത്തിലേക്ക് തന്നെ മനസ്സ് ലയിപ്പിക്കുക. അത് മാത്രമേ വഴിയുള്ളൂ.